ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ചിക്കൻ പൊരി ആയാലോ? എണ്ണയൊന്നും ഇല്ലാതെ ഒരു ചിക്കൻ പൊരി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വായോ, നേരെ പോകാം വീഡിയോയിലേക്ക്. ഇത് ഞാൻ എന്താ കുറച്ച് ലെഗ് പീസും 2 തൈ പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ചിക്കൻ പൊരി ഉണ്ടാക്കാം നോക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പങ്കിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ തൈര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ചിക്കൻ വരഞ്ഞു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്തിരി വലിയ പീസായതുകൊണ്ട് മസാലയൊക്കെ ഉള്ളിൽ പിടിക്കണമെങ്കിൽ വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ മസാല പിടിപ്പിച്ചിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പുറത്താണ് വെച്ചേക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ എങ്കിലും വെച്ചേക്കണം. ഏറ്റവും കുറഞ്ഞ നിങ്ങൾ അരമണിക്കൂറെങ്കിലും വെച്ചേക്കണം. പുറത്താണെങ്കിൽ അരമണിക്കൂർ വെച്ചേക്കണം. അതല്ല ഫ്രിഡ്ജിനകത്ത് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. കാരണം നമ്മൾ ഇത് ഓയിലിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല. അതുകൊണ്ട് മസാലത്തെ ഒന്ന് നന്നായിട്ട് പിടിക്കണം, എങ്കിൽ മാത്രമേ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണേ. ഇപ്പം ഇനി ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ 2-2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പഴയ പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ടെടുത്ത് വെച്ചേക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇഡ്ഡലി പാത്രത്തിൽ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതാ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കാര്യം മറന്നുപോയി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേക്കണേ. കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് ആ ഒരു മണം, കറിവേപ്പിലയുടെ മണം ഉണ്ടാവും. അതും കൂടെ ഇട്ടേക്ക് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് നോക്കിക്കൊള്ളണം, വെള്ളം തീർന്നു പോകരുത്. അതൊന്ന് ശ്രദ്ധിച്ചോളണം. അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും. കുറച്ച് വലിയ പീസായതുകൊണ്ട് അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. അതിനൊരു പൊരിപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം വലിയ സവാള എടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. പെരിഞ്ജീരകം കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്. കണ്ടോ, ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. ഇനി ബാക്കി എന്താ ചെയ്യാമെന്ന് നോക്കാം. ഇതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടാൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കാണണ്ടേ, ഇതാ ഒരു 10-45 മിനിറ്റ് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് കളയണ്ട. ഈ വെള്ളത്തിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വെള്ളം കളയണ്ട, നമുക്ക് ചിക്കൻ മാത്രം ഒന്ന് മാറ്റാം ആദ്യം. എന്നിട്ട് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കും. കാരണം ഈ ഗ്രേവി ഒഴിക്കുമ്പോൾ ഇതിനെന്ന് വെച്ചാൽ ആ ഒരു മണവും ചിക്കൻ്റെ രുചിയും ഒക്കെ ഇതിലുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. ആദ്യം ഈ ചിക്കനിലേക്ക് ഈ തേങ്ങയൊക്കെ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓയിലിൻ്റെ ഇതൊക്കെ ഒന്ന് ഊറി വന്നിട്ട് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. തിരിച്ച് മറിച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് മതി. ഇപ്പോൾ ഇതൊരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ച് വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷെ നമ്മൾ എണ്ണയൊന്നും ഇല്ലാതെയുള്ള ഫ്രൈ അല്ലേ, പൊരിയല്ലേ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.